എക്സലിൻ്റെ ഏറ്റവും നല്ല വേർഷൻ ഏതാണ്? ഞാൻ ഉപയോഗിക്കുന്ന എക്സലിൻ്റെ ഏത് വേർഷനാണ്? ഒരുപാട് ആളുകൾ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ഈ 2 ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറയുന്നതിന് മുന്നായിട്ട് എക്സലിൻ്റെ ഹിസ്റ്ററി നമുക്ക് നോക്കാം. മൈക്രോസോഫ്റ്റ് ആദ്യമായിട്ട് എക്സൽ ഡെവലപ്പ് ചെയ്യുന്നത് ആപ്പിൾ കമ്പ്യൂട്ടേഴ്സിന് വേണ്ടിയാണ്. 1985 സെപ്റ്റംബർ മാസം ആപ്പിളിൻ്റെ മാക്കിൻടോഷിന് വേണ്ടിയാണ് മൈക്രോസോഫ്റ്റ് എക്സൽ ആദ്യമായിട്ട് റിലീസ് ചെയ്യുന്നത്. അവിടുന്ന് പിന്നീട് 2 വർഷം കഴിഞ്ഞിട്ട് 1987 അവരുടെ ആവശ്യത്തിന് വേണ്ടി, അതായത് വിൻഡോസിന് വേണ്ടിയുള്ള എക്സൽ മൈക്രോസോഫ്റ്റ് റിലീസ് ചെയ്യുന്നത്. എക്സൽ 2 എന്നായിരുന്നു ഈ വേർഷൻ്റെ പേര്. പിന്നീട് 1990 എക്സൽ 3 വരുന്നു. 1992 എക്സൽ 4. നമ്മുടെ ഒരുപാട് സമയം സേവ് ചെയ്ത് തരുന്ന ഓട്ടോഫിൽ എന്ന ഓപ്ഷൻ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത് ഈ ഒരു വേർഷനിലായിരുന്നു, അതായത് എക്സൽ 4. പിന്നീട് 1993 എക്സൽ 5 വരുന്നു. അതിന് മുന്നത്തെ വേർഷൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ റിലീസിനെ ഒരു മേജർ റിലീസ് അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ത്രൂ എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഒരു പ്രോഗ്രാമിംഗ് ഇൻ്റർഫേസ്, അതായത് VBA സപ്പോർട്ട് ചെയ്ത ഒരു പ്രോഗ്രാമിംഗ് ഇൻ്റർഫേസുമായിട്ടാണ് എക്സൽ 5 വരുന്നത്. യൂസേഴ്സിന് അവരുടെ റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള ടാസ്കുകളെ, അതായത് വീണ്ടും വീണ്ടും ചെയ്യേണ്ടുന്ന ടാസ്കുകളെ ഓട്ടോമേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു പ്രോഗ്രാമിംഗ് ഇൻ്റർഫേസുമായിട്ടാണ് എക്സൽ 5 മാർക്കറ്റിൽ വന്നത്. പിന്നീട് എക്സൽ 6 എന്നൊരു വേർഷനില്ല. പിന്നീട് വന്നത് എക്സൽ 7 എന്ന വേർഷനാണ്. പക്ഷേ ഇത് അറിയപ്പെട്ടത് എക്സൽ 95 എന്ന പേരിലാണ്. കാരണം ആ സമയമായപ്പോൾ മൈക്രോസോഫ്റ്റ് തീരുമാനിക്കുകയാണ് എക്സൽ എന്ന സോഫ്റ്റ്വെയറിനെ സെപ്പറേറ്റ് ആയിട്ട് സെല്ല് ചെയ്യുന്നതിന് പകരം സമാന സ്വഭാവമുള്ള പ്രൊഡക്ടിവിറ്റി ടൂൾസിനെ, അതായത് വേർഡ്, പവർ പോയിൻറ്റ് തുടങ്ങിയുള്ള ഓഫീസ് പ്രൊഡക്ടിവിറ്റി ടൂൾസിനെ ഒരൊറ്റ പാക്കേജായിട്ട് സെല്ല് ചെയ്യുക. ഓഫീസ് സ്യൂട്ട് എന്ന പേരിലാകും ഇത് അറിയപ്പെടുക. അങ്ങനെ ആദ്യത്തെ ഓഫീസ് സ്യൂട്ടിൻ്റെ പേര് ഓഫീസ് 95 എന്നായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടെയുള്ള, അതായത് ഓഫീസ് 95ൻ്റെ കൂടെയുള്ള എക്സൽ അറിയപ്പെട്ടത് എക്സൽ 95 എന്നാണ്. പിന്നീട് 1997 എക്സൽ 97, 1999 എക്സൽ 2000, 2001 എക്സൽ XP, 2003 എക്സൽ 2003 റിലീസ് ചെയ്യപ്പെട്ടു. പിന്നീടുണ്ടായൊരു മേജർ റിലീസ് 2007 എക്സൽ 2007. മുന്നത്തെ വേർഷൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു വേർഷനാണിത്. നമ്മളിന്ന് കാണുന്ന റിബൺ ടാബ് അറേഞ്ച്മെൻറ്റ് ആദ്യമായിട്ട് അവതരിപ്പിക്കപ്പെട്ടത് ഈ വേർഷൻ്റെ കൂടെയാണ്. കൂടാതെ എക്സൽ വർക്ക്ഷീറ്റുകളുടെ സൈസ് കൂടി. XLSX, XLSM ഫയൽ ഫോമാറ്റുകളും ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ വേർഷൻ്റെ കൂടെയാണ്. പിന്നീട് 2010 എക്സൽ 2010. എടുത്തു പറയത്തക്ക പ്രധാന ഫീച്ചർ എന്ന് പറയുന്നത് ഇൻസെൽ ചാർട്ടായ സ്പാർക്ക് ലൈൻ ആണ്. പിന്നീട് 2013 എക്സൽ 2013, ഫ്ലാഷ് ഫിൽ, പവർ വ്യൂ, പവർ പിവറ്റ്, ടൈം ലൈൻ സ്ലൈസർ, ഇവ 4 എക്സൽ 2013 പ്രധാന ഫീച്ചറുകൾ. കൂടാതെ 50 പുതിയ ഫങ്ഷൻസാണ് എക്സൽ 2013 കൂടെ വന്നത്. പിന്നീട് വന്ന എക്സൽ 2016, അതായത് 2016 വന്ന എക്സൽ 2016 ഒരു മേജർ റിലീസ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അതുവരെ ഒരു ആഡിനായിട്ട് വർക്ക് ചെയ്തിരുന്ന, അതായത് എക്സലിൻ്റെ ഒരു ആഡിനായിട്ട് വർക്ക് ചെയ്തിരുന്ന പവർ ക്വയറി എക്സലിൻ്റെ ഭാഗമായിട്ട് മാറി. ചാർട്ടുകളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ബോക്സ് ആൻഡ് വിസ്കർ, ഹിസ്റ്റോഗ്രാം, വാട്ടർഫോൾ, പെരറ്റോ ചാർട്ടുകളെല്ലാം ആദ്യമായിട്ട് വന്നത് എക്സൽ 2016 പിന്നീട് 2019 എക്സൽ 2019, കോൺകാറ്റ്, ടെക്സ്റ്റ് ജോയിൻ, ഇഫസ്, മാക്സിഫസ്, മിനിഫസ്, സ്വിച്ച് തുടങ്ങിയുള്ള ഫങ്ഷൻസ് ആദ്യമായിട്ട് വന്നത് എക്സൽ 2019 ചാർട്ടുകളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ മാപ്പ് ചാർട്ടും ഫണൽ ചാർട്ടും 2019 ആദ്യമായിട്ട് വരുന്നത്. ഇനി വരാൻ പോകുന്ന എക്സലിൻ്റെ പുതിയ വേർഷൻ എക്സൽ 2021 2021 ഒക്ടോബർ മാസമാണ് ഈ വേർഷൻ റിലീസ് ചെയ്യപ്പെടുമെന്ന് വിചാരിക്കുന്നത്. ഈ വേർഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഡൈനാമിക് അറേ ഫോർമുലാസ് ആണ്. ഡൈനാമിക് അറേ ഫോർമുലാസ് എന്താണെന്ന് കൂടി ഒന്ന് പറയാം. സാധാരണ നമ്മൾ എഴുതുന്ന എക്സൽ ഫോർമുലകൾ ഒരൊറ്റ വാല്യൂ മാത്രം റിട്ടേൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഡൈനാമിക് അറേ ഫോർമുലാസിന് ഒന്നിൽ കൂടുതൽ വാല്യൂസിനെ റിട്ടേൺ ചെയ്യാൻ സാധിക്കും. അതായത് ഡൈനാമിക് അറേ ഫോർമുലാസ് ഉപയോഗിച്ചുകൊണ്ട് 1, 10, 1000 സെൽസ് നമുക്ക് ഫിൽ ചെയ്യാൻ സാധിക്കും. ഇതുവരെ നമ്മൾ പറഞ്ഞതെല്ലാം എക്സലിൻ്റെ പല പെർപ്പച്വൽ വേർഷൻസിനെ കുറിച്ചാണ്. ഒരൊറ്റ തവണ പണം മുടക്കി ഒരു ജീവിതകാലം മുഴുവൻ അല്ലെങ്കിൽ ഒരു ലൈഫ് ടൈം മുഴുവൻ ഉപയോഗിക്കാൻ സാധിക്കുന്ന വേർഷനാണ് പെർപ്പച്വൽ വേർഷൻ എന്ന് പറയുന്നത്. ഇതുകൂടാതെ ഒരു സബ്സ്ക്രിപ്ഷൻ വേർഷൻ കൂടി എക്സലിനുണ്ട്. ഏതാണ്ട് 2013 മുതൽക്കാണ് മൈക്രോസോഫ്റ്റ് ഓഫീസ് 365 എന്ന പേരിൽ ഈ ഒരു സബ്സ്ക്രിപ്ഷൻ മോഡൽ സെല് ചെയ്യുന്നത്. ഈ മോഡൽ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? മന്ത്ലി അല്ലെങ്കിൽ ആനുവലി ഒരു ചെറിയ തുക മുടക്കിക്കൊണ്ട് ഈ ഒരു പാക്കേജിൽ എല്ലാ സോഫ്റ്റ്വെയറുകളും നമുക്ക് ഈ ഒരു പണം മുടക്കുന്ന കാലയളവിൽ ഉപയോഗിക്കാൻ സാധിക്കും.
ഈ മോഡലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ്, ഈ സോഫ്റ്റ്വെയറുകളിലെ എല്ലാ ലേറ്റസ്റ്റ് ഫീച്ചേഴ്സും ഈ ഒരു കാലയളവിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ പെർപ്പച്വൽ വേർഷനിൽ ഇതല്ല സംഗതി. എക്സൽ 2016 കാര്യങ്ങൾ എക്സൽ 2013 ഉണ്ടാവണമെന്നില്ല. ഇനി എക്സൽ 2013 നമ്മൾ കയ്യിലുണ്ടെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ മുകളിലുള്ള വേർഷനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാനും സാധിക്കില്ല. അത് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങേണ്ടതായിട്ടുണ്ട്. സോ ഇതുവരെ ഞാൻ പറഞ്ഞതിൽ നിന്ന് എക്സലിൻ്റെ ഏറ്റവും നല്ല വേർഷൻ ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അത് മറ്റൊന്നുമല്ല, ഓഫീസ് 365 ഭാഗമായിട്ടുള്ള എക്സലാണ്. അതായത് സബ്സ്ക്രിപ്ഷൻ മോഡലാണ് ഏറ്റവും റെക്കമെൻഡഡ് ആയിട്ടുള്ള വേർഷൻ. സ്വാഭാവികമായിട്ടും ഞാൻ ഉപയോഗിക്കുന്നതും ഓഫീസ് 365 ഭാഗമായിട്ടുള്ള എക്സലാണ്. സോ നിങ്ങളുടെ 2 ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു എക്സൽ റിവ്യൂയായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. വിഷ് യു എ ഗ്രേറ്റ് ഡേ.